രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ യുവതിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. രാഹുലിനെ പരിചയപ്പെട്ടത് വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷം 2024 ഓഗസ്റ്റ് 22 യുവതിയുടെ വിവാഹം നടന്നത്. 1 മാസം മാത്രമാണ് വിവാഹബന്ധം നീണ്ടുനിന്നതെന്നും രാഹുലുമായി പരിചയപ്പെട്ടത് 5 മാസത്തിന് ശേഷമെന്നും യുവതി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MS വീണ ചേരുകയാണ്. വീണ, ഈ യുവതിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. 1 മാസം മാത്രമാണ് വിവാഹബന്ധം നീണ്ടുനിന്നത്. പിന്നീട് 5 മാസത്തിന് ശേഷം വിവാഹബന്ധം വേർപ്പെടുത്തിയത്. 5 മാസത്തിന് ശേഷമാണ് രാഹുലിനെ പരിചയപ്പെടുന്നത്. അത്തരത്തിലുള്ള മൊഴികൾ തന്നെയാണ് പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും KP സുരേഷ്, ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ അതിജീവിതയുടെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വിവാഹം കഴിഞ്ഞ് 1 മാസം മാത്രമാണ് തന്റെ ദാമ്പത്യ ജീവിതം നീണ്ടുനിന്നത്. അത് 1 മാസത്തിന് ശേഷം ആ ബന്ധത്തിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷം 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുലിനെ കണ്ടതെന്നാണ്, രാഹുലുമായി പരിചയപ്പെട്ടതെന്നാണ് പെൺകുട്ടി പറയുന്നത്. മാത്രമല്ല 2024 ഓഗസ്റ്റ് 22 അതിജീവിതയുടെ വിവാഹം കഴിഞ്ഞതെന്നുള്ള വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. മാത്രമല്ല രാഹുലുമായി ഉണ്ടായ ബന്ധം, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി കോടതിയെ സമീപിച്ചപ്പോൾ രാഹുൽ ആരോപിച്ച ചില വാദങ്ങൾ നിർത്തിയിരുന്നു. ഈ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ പെൺകുട്ടിയുമായി അതിജീവിതയുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നു എന്നും സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടതെന്നും എന്നാൽ പെൺകുട്ടി അതിജീവിത ഭർത്താവിനൊപ്പം ജീവിക്കുകയായിരുന്നു എന്നുള്ള ചില ന്യായവാദങ്ങളടക്കം രാഹുൽ നിരത്തിയിരുന്നു. ഈ ന്യായവാദങ്ങളെയൊക്കെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിനൊപ്പം ഈ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ പെൺകുട്ടി ഭർത്താവിനൊപ്പം ജീവിക്കുന്ന ഒരു കാലമായിരുന്നു എന്നും അത് ഭർത്താവിൽ നിന്ന് ഉണ്ടായ ഗർഭമായിരിക്കും എന്നുള്ള ആരോപണങ്ങളടക്കം രാഹുൽ പറയുന്നുണ്ട്. മാത്രമല്ല ഗർഭചിത്രത്തിനടക്കം നിർബന്ധിച്ചിട്ടില്ല എന്ന വാദങ്ങൾ കൂടി രാഹുൽ നിരത്തുമ്പോൾ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഫോൺ സംഭാഷണങ്ങളും ഒപ്പം തന്നെ ഈ വീഡിയോ കോളടക്കം വിളിച്ച് ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിപ്പിച്ച് അടക്കമുള്ള വിശദാംശങ്ങളടക്കം നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ വിവരങ്ങളുടെ, അതായത് പരിശോധനകളുടെ വിവരങ്ങളടക്കം അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 24 മണിക്കൂർ പിന്നിട്ടിരുന്നു. അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി നൽകിയത്. പരാതി നൽകി 24 മണിക്കൂർ പിന്നിട്ട് 2 ദിവസം കൃത്യമായി കഴിയുന്നു. കഴിഞ്ഞിട്ട് പോലും രാഹുലിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വഞ്ചൂരിലെത്തിയാണ് രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായി ജനം TV തന്നെ കഴിഞ്ഞ ദിവസം രാത്രി നൽകിയിരുന്നു. എന്നാൽ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടും രാഹുലിനെ പിടികൂടുവാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ സജ്ജീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ജാമ്യാപേക്ഷ ലഭിക്കുന്നത് വരെ രാഹുലിന് രക്ഷപ്പെടാനുള്ള വഴികൾ അന്വേഷണ സംഘം തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വീണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ ഉന്നയിക്കുന്ന ചില വാദഗതികളുണ്ട്. രാഹുലും കൂട്ടാളികളും ഉന്നയിക്കുന്ന ചില വിമർശനങ്ങളുണ്ട്. അത് ഖണ്ഡിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ അതിജീവതയുടെ മൊഴി വരുന്നത്, അല്ലേ? പ്രത്യേകിച്ച് അതിജീവതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് വ്യാപകമായി സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നത്. അതൊക്കെയും നിരാകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുവതി മൊഴി നൽകിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP സുരേഷ്, അത് തന്നെയാണ്. അത് പെൺകുട്ടിക്ക് തനിക്ക് നേരിടേണ്ടി വന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും തെളിവുകളടക്കമാണ് പോലീസിന്റെ മുന്നിലേക്ക് എത്തിയത്. ഇതുവരെ തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ, ഭീഷണിപ്പെടുത്തി നിരവധി തവണ ബലാത്സംഗം ചെയ്തു. അതുമാത്രമല്ല ആ ദൃശ്യങ്ങൾ പകർത്തി പിന്നെയും തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. താൻ ഇതുപോലെ നിരവധി തവണ രാഹുലിന്റെ ഈ ഒരു ക്രൂരകൃത്യങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു എന്നുള്ള പരാതിയിൽ കൃത്യമായിട്ട് അതിജീവിത പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭ്രൂണഹത്യക്ക് നിർബന്ധിച്ചു എന്നുള്ളതാണ്. വീഡിയോ കോൾ വഴി സുഹൃത്ത് വഴി ഗുളിക എത്തിച്ചു, എന്നിട്ട് തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് കഴിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിനായി വീഡിയോ കോൾ വിളിച്ച് ഉറപ്പുവരുത്തി. നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് അതിജീവിത കടന്നുപോയത്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ ഇടപെടലുകളുടെ എല്ലാ തെളിവുകളും അതിജീവിത അന്വേഷണ സംഘത്തിനും പോലീസിനും മുമ്പാകെ സമർപ്പിച്ചു എങ്കിൽ പോലും ഇപ്പോഴും കോൺഗ്രസ് അടക്കം രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല രാഹുലിന്റെ PR വർക്കടക്കം സജീവമാണ് സോഷ്യൽ മീഡിയയിൽ. പെൺകുട്ടി അതിജീവിതയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വേട്ടയാടലുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നത്. പെൺകുട്ടി അടക്കം പഴി പറയുന്ന നിലപാടാണ് നടത്തുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MLA ആയി വന്നതിന് ശേഷം രാഹുൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച മാർച്ച് 4 ആശാവർക്കർമാരുടെ വിഷയമാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഘോരഘോരം നിയമസഭയിൽ പ്രസംഗിക്കുകയും ഒപ്പം തന്നെ
ഇതുമായി ബന്ധപ്പെട്ട് കണ്ണീർ വാർക്കുന്ന കാഴ്ചകളടക്കം നമ്മൾ കണ്ടതുമാണ്. അന്നത്തെ ദിവസം പോലും യുവതി ക്രൂരമായി പീഡനത്തിനിരയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. തന്നെ പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരു സമീപനം രാഹുൽ സ്വീകരിച്ചിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തിലെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടയാൾ ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളോട് ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയും മറുഭാഗത്ത് ഒരു യുവതിയോട് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന രാഹുലിന്റെ യഥാർത്ഥ മുഖങ്ങളുടെ വിവരങ്ങൾ കൂടിയാണ് യുവതി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിജീവിത നേരിടേണ്ടി വന്ന മാനസിക പ്രശ്നങ്ങളുണ്ട്. മാത്രം ഈ ഒരു കേസ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ഉണ്ടായ പരാതികൾ മുമ്പ് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നിരവധി പെൺകുട്ടികൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ അവർ മാനസികപരമായ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറാകുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോഴുള്ളത്. അതിജീവിത ഈ ഒരു പോരാട്ടവുമായി മുന്നോട്ടെത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അടക്കം പെൺകുട്ടിയെ കുറ്റം പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. സ്ത്രീ സുരക്ഷയ്ക്കടക്കം വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷനടക്കം KPCC അധ്യക്ഷനടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ രാഹുലിനെ തള്ളിപ്പറയുവാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതില്ല. മാത്രമല്ല ഒരു സസ്പെൻഷൻ എന്ന നടപടിയിൽ മാത്രമാണ് ഒതുക്കിയിരിക്കുന്നത്. രാഹുൽ ഇപ്പോഴും പാലക്കാട് ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ അന്വേഷണ സംഘം പിടികൂടാത്തതിലും വിമർശനം ഉയരുകയാണ്. KP സുരേഷ്. അതിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രൂരതയുടെ യഥാർത്ഥ ചിത്രം തന്നെയാണ് യുവതി മൊഴിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണ പുരോഗതി ഉണ്ടാകുന്നില്ല. 24 മണിക്കൂർ പിന്നിട്ടു. മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി യുവതി പരാതി നൽകിയിട്ട്. പക്ഷേ തിരുവനന്തപുരത്ത് വന്നുപോയി ഇപ്പോഴും പാലക്കാടുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുന്നു. ഒന്ന് തൊടാൻ പോലും രാഹുലിനെ ഈ പോലീസ് സംഘത്തിന് സാധിക്കുന്നില്ല എന്നതാണ് വിരോധാഭാസം. MS വീണയാണ് തിരുവനന്തപുരത്തിന് വിശദാംശങ്ങൾ നൽകിയത്.